വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പഴയ അഥവാ ആദ്യം വിരചിതമായ അനുഗ്രഹിക്കപ്പെട്ട കൃതിയാണ് ഇയ്യോബിന്റെ പുസ്തകം. മോശ ഉൽപ്പത്തി പുസ്തകം രചിക്കുന്നതിനും അനവധി കാലഘട്ടങ്ങൾക്കപ്പുറത്ത് രചിച്ച ഏറ്റവും പ്രാചീന കൃതിയുടെ പേരാണ് ഇയ്യോബിന്റെ പുസ്തകം. ഏറ്റവും പുരാതനമാണ് ഇയ്യോബിന്റെ പുസ്തകം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ബൈബിളിൽ നിരന്തരമായി കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നു അതല്ല, ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. നിങ്ങളുടെ നിഗമനം തെറ്റല്ല. ബൈബിളിന്റെ ക്രമം അനുസരിച്ച് ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയും എഴുതിയ കാലം വെച്ച് ആദ്യത്തെ പുസ്തകം ഇയ്യോബാണ്. പക്ഷെ എന്തുകൊണ്ട് ഇയ്യോബ് ഇടയ്ക്ക് വന്നു, ഉൽപ്പത്തി ആദ്യം വന്നു? ഉത്തരം വളരെ ലളിതം. ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ താളം ബൈബിളിന്റെ അടുക്കും ചിട്ടയും എഴുതിയത് ഏത് എന്ന ക്രമം അനുസരിച്ചല്ല, എഴുതിയ കാലമല്ല, ഉള്ളടക്കത്തിന്റെ പ്രത്യേകതയാണ് ബൈബിളിന്റെ ക്രോഡീകരണത്തിന്റെ പിന്നിലെ രഹസ്യം. ഒന്നുകിൽ പറഞ്ഞാൽ ബൈബിൾ ക്രോഡീകരിച്ചിരിക്കുന്നത് കാലഘട്ടത്തെ ആസ്പദമാക്കിയല്ല, വിഷയങ്ങളെ ആസ്പദമാക്കിയാണ്. ഏത് വിഷയം കൈകാര്യം ചെയ്യുന്നു? സൃഷ്ടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ വിഷയം. ന്യായവിധിയും ദൈവരാജ്യത്തിന്റെ പുനഃസ്ഥാപനവുമാണ് വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം. അങ്ങനെ വിഷയത്തിന്റെ ക്രമം അനുസരിച്ചെടുക്കുമ്പോൾ ഇയ്യോബ് ഇടയ്ക്കായി. ഇടയ്ക്കു രേഖപ്പെടുത്തിയ ഇയ്യോബിന്റെ പുസ്തകം ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ കാരണമെന്ത്? ഈ സുവിശേഷ യോഗങ്ങളിൽ പഴയ നിയമം പ്രസംഗിക്കേണ്ടതുണ്ടോ? സുവിശേഷ യോഗങ്ങളിൽ സങ്കീർത്തനങ്ങൾ വായിക്കേണ്ടതുണ്ടോ? സഭായോഗത്തിൽ സങ്കീർത്തനം വായിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ഒരു 10 വർഷമായി നമ്മുടെ ഇടയിലെ വലിയ ചർച്ചാ വിഷയമാണ്. സങ്കീർത്തനം വായിക്കുന്നതിനാണ്. ചിലത് വായിച്ചു മടുത്തു, ഇനിയത് വേണ്ട. ആരും കൊടുത്തു ഈ അവകാശം? ചില പുസ്തകം വേണ്ടെന്ന് പറയാനും ചിലത് വേണമെന്ന് പറയാനും ദൈവം നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ 66 പുസ്തകങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നവന്റെ പേരാ ക്രിസ്ത്യാനി. അതിലൊന്നും കളയാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ ചിലർക്ക് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് അവര് പ്രസംഗിക്കാനും കൈകാര്യം ചെയ്യാനുള്ള ഭയം കൊണ്ട് ചിലത് പറയും ഇതിലൊന്നും കാര്യമില്ല. പിന്നെ ഏതിനാ കാര്യം? ഒരാൾ പറഞ്ഞ ഒരു കാര്യം പഴയ നിങ്ങൾ ഇരുത്തരിക്കുന്ന ഒത്തിരിയുണ്ട്. അതിലൊരാൾ എന്നോട് പറഞ്ഞ കാര്യമില്ല. ഒരാൾ 50 രൂപയുടെ മുദ്രപത്രം വാങ്ങി അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് സ്ഥലം എഴുതിക്കുക. 5 ഏക്കർ സ്ഥലം എഴുതാൻ ഇന്ന് 100 രൂപയുടെയോ പണ്ട് 50 രൂപ മതി, 100 രൂപയുടെ മുദ്രപത്രം വേണം അഡ്വാൻസ് ചെയ്യുമ്പോൾ. ഈ 1 ഏക്കർ സ്ഥലം ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് എഴുതിയ മുദ്രപേപ്പറിന്റെ പരമപ്രധാനമായ വാല്യൂ എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ കഴിഞ്ഞിരിക്കണം. ഇടപാടുകൾ പണം കൊടുത്ത് തീർത്ത് സ്ഥലം പേരിക്കൂട്ടി എടുക്കണം. എന്നിട്ട് സ്ഥലം പേരിക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ എന്റെ പേരിലേക്ക് ഞാൻ ആധാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്ന ആ 100 രൂപയുടെ കരാർ എഴുതിയ പത്രത്തിന് എന്താണ് വില? ശരിയല്ലേ? ആ പത്രം പോയി. അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം, അത് കീറിപ്പോകാം. ആരും പിന്നെ പേപ്പർ പരിഗണിക്കുകയില്ല. ഇതുപോലെയുള്ളൂ പഴയ നിയമം എന്ന് ഞാൻ പറഞ്ഞതല്ല, എന്നോടൊരു സുഹൃത്ത്. കാരണം നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം പുതിയ നിയമത്തിലാണ്. ആ പുതിയ നിയമത്തിലൂടെ നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ മതി, പഴയ നിയമം വേണ്ട. ഞാനും ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം വളരെ നല്ലതാണ്. ഞാൻ ഒന്നത് ശരിവെച്ച് അങ്ങോട്ട് നടക്കുകയും പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഉൾക്കിടിലം പോലെ ഉൾവിളി ഉണ്ടായി. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല. ആജീവനാന്തം ആ 100 രൂപ പത്രത്തിനാവില്ല. സംശയമുണ്ടോ? അന്ന് എഴുതിയ വാക്കിന്റെ വിലയാ ഇന്നിവിടെ ഞാൻ താമസിക്കാൻ കാരണം. അന്ന് ആ കരാറിൽ എന്ത് പറഞ്ഞുറപ്പിച്ചോ അതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ പാർക്കുന്നത്. ഇതിന്റെ കരാറിന് വിലയുണ്ട്. ആളുകൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വാക്കാണെങ്കിൽ ആ വാക്കിന് വിലയുണ്ട്. അതുകൊണ്ട് മുദ്രപത്രം പോയാലും ആ വാക്കിന്റെ വില എന്ന് നിലനിൽക്കും. അതാണ് പഴയ നിയമം. അതുകൊണ്ട് ചിലരെങ്കിലും പറയാറുണ്ട്, യോഗങ്ങളിൽ കഴിവതും പുതിയ നിയമം പ്രസംഗിക്കണം, യോഗങ്ങളിൽ കഴിവതും ക്രൂശിനം വരുത്തണം. ഒക്കെ ശരി. ഞാന് ഒരു ബൈബിൾ പ്രചാരകനാണ്. എനിക്കൊരു വാക്യം തമ്മിലും വിവേചിക്കാൻ അധികാരമില്ല. വേദപുസ്തകത്തിന്റെ പ്രചാരകനാണ് ഞാൻ. അതിൽ ഏത് വാക്കും എനിക്ക് വിലപ്പെട്ടതാണ്. ഉദാഹരണം, അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്ന വിഷയം എടുത്ത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. ഞാനത് പ്രസംഗിക്കണം എന്ന് പറയുന്ന ആളാണ്. വായിച്ചു വിടുന്നവന് അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു എന്നത്
ചിരിച്ചു തള്ളാൻ പറ്റിയ ഒരു ലളിതവാക്യമാണ്. പക്ഷെ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി 100 കൊല്ലം കാത്തിരുന്ന പിതാവിന്റെ പൈശാചിക ശക്തികളുടെ മീതെ ജയമെടുത്ത ചരിത്രത്തിന്റെ പ്രഖ്യാപനമാണ് ആ വാക്യം. 100 കൊല്ലം തടയപ്പെട്ട ബന്ധനം തകർത്ത് അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങിയ ജയത്തിന്റെ ചരിത്രമാണ് ആ വാക്യം. ഇതിൽ 66 പുസ്തകങ്ങളെയും സബ്ജക്ട്, 56 പുസ്തകങ്ങളെയും കാതൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരാശി കിട്ടുന്ന രക്ഷ എളിയവനായ എനിക്കും കരകതമാക്കാൻ കഴിഞ്ഞല്ലോ എന്ന അഭിമാന ബോധത്തോടെ ആ രക്ഷ കരകതമാക്കി നമുക്ക് സുവിശേഷത്തിന്റെ സാരാംശം ഒരുമിച്ച് ഈ ഗ്രാമത്തോട് പ്രസ്താവിക്കാം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ മഹാക്രിസ്തുവിന്റെ നാമം നമുക്ക് ഈ ജനസഞ്ചയത്തിന്റെ മധ്യത്തിൽ ഉയർത്താം. ദൈവനാമം മഹിമപ്പെടട്ടെ. ആദ്യം എഴുതപ്പെട്ട ഉൽപ്പത്തി എന്ന പുസ്തകമല്ല, മറിച്ച് ഇയ്യോബാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇയ്യോബ് എന്ന പ്രഥമ കൃതിയിൽ ഒരു നോവൽ തുടങ്ങുന്ന ലാഘവത്തോടെ എഴുത്തുകാരൻ പ്രഖ്യാപിക്കുന്നു, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ജീവിച്ചിരുന്നു. ഒരു കഥ തുടങ്ങുന്നത് പോലെ, ഒരു ചരിത്രം ആരംഭിക്കുന്നത് പോലെ മറ്റു കൃതികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചിന്താഗതി പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ജീവിച്ചിരുന്നു. അവന്റെ യോഗ്യതകൾ പറയുന്നു: നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ. അവന്റെ ഗുണഗണങ്ങളുടെ ആത്മീക സമ്പന്നതയുടെ വിശദീകരണം ആമുഖമായി കൊടുത്തിട്ട് ഭൗതിക സമ്പന്നത അടുത്തതായി ഉയർത്തി പറയുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രശ്നം ഭൗതിക സമ്പന്നതയും സ്ഥാനമാനങ്ങളുമാണ് ആദ്യം പ്രഖ്യാപിക്കുന്നതെങ്കിൽ ദൈവമകന്റെ ആത്മീക യോഗ്യത പറയുന്നു: അവൻ നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ. അതാകട്ടെ നമ്മുടെ അലങ്കാരം, അതാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ശക്തി. നേരുള്ളവനാകാൻ, നിഷ്കളങ്കനാകാൻ, ദോഷം വിട്ടകലുന്നവനാകാൻ, സർവോപരി ദൈവമനുഷ്യനാകാൻ ഈ വചനം കേൾക്കുന്ന സ്ഥലത്തിൽ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ആദ്യം ഈ ഉള്ളിലേക്ക് കിടക്കാൻ ഈ പുസ്തകം അതിലെ കഥാപാത്രമായ ഇയ്യോബ് ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. നിങ്ങൾ റെഡിയാണല്ലോ? ഇയ്യോബിന്റെ സ്ഥലം നമുക്കൊന്ന് പരിചയപ്പെടണം. അതുകൊണ്ട് ഈ സ്ഥലത്തിന് മറ്റൊരു പേര് കൂടി വിശുദ്ധ ബൈബിൾ തരുന്നു. അതറിയുന്നതിന് വിലാപങ്ങളുടെ പുസ്തകം 4:21 ദയവായിട്ടൊന്ന് വായിക്കുക. വിലാപങ്ങൾ 4:21 ഊസ് ദേശത്തിന് മറ്റൊരു പേര് കൂടി ചരിത്രം മുമ്പോട്ട് വെക്കുന്നു. നമുക്കത് വായിക്കാം. 4:21 വിലാപങ്ങൾ. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോംപുത്രിയെ സന്തോഷിച്ചാനന്ദിക്കാം. മതി. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രി. ഏദോം എന്ന മറ്റൊരു പേര് ഊസ് ദേശത്തിനുണ്ട്. ഈ പേര് കേൾക്കുന്ന നിങ്ങൾക്ക് ഏദോം എന്ന സ്ഥലത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ പേരിന്റെ അർത്ഥം ചുവന്നവന്റെ സ്ഥലം, ചുവന്നിരിക്കുന്ന ഇടം എന്നാണ്. ഈ അർത്ഥം തന്നെയാണ് ആദം എന്ന പേരിലുള്ളത്. ആദം, ഏതോ, ഇത് പ്രാകൃത സെമിറ്റിക് ഭാഷയിലെ ചില പദങ്ങളാണ്. അതെന്തുമാകട്ടെ, ഏതോ എന്ന ഊസ് ദേശത്തിന് ഈ പേര് വരുന്നത് ആദ്യമല്ല. ആദ്യത്തെ പേര് ഊസ് ദേശം, പിന്നീട് ഉണ്ടായ പേരാണ് ഏതോ ദേശം. ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ, രണ്ടാമത് ഈ പേര് വരാൻ കാരണം ഏതോ എന്ന പേരിൽ ഒരു മനുഷ്യൻ അവിടെ പാർത്തിരുന്നു, അല്ലെങ്കിൽ അത് അയാളുടെ അവകാശ ഭൂമിയായിരുന്നു. ആരായിരുന്നു അവിടെ പാർത്ത ഏതോ എന്ന മനുഷ്യൻ? ആ പേര് നിങ്ങൾക്കറിയാം, ഏശാവ്. ഏശാവിന്റെ മറ്റൊരു പേരായിരുന്നു ഏതോ. ഏശാവ് തന്റെ അവകാശ ഭൂമിയാക്കി മാറ്റിയതോടെ പഴയ ഊസ് ദേശത്തിന് ഏതോ എന്ന പേര് വന്നു. അതിന്റെ മുമ്പത്തെ പേര് ഊസ് ദേശം. ഊസ് ദേശം എന്ന പേരുള്ള ഏതോ എന്ന സ്ഥലത്തിന് ബൈബിളിൽ സുപ്രധാനമായ ഒരു ചരിത്രം, വളരെ ഗണ്യമായ ഒരു ചരിത്രം. ആ ചരിത്രം ഇയ്യോബിന് മുമ്പും ഇയ്യോബിന്റെ പിൻപുമായി വിസ്തൃതമായി കിടക്കുന്ന ഒരു ചരിത്രമാണ്. ഞാൻ എന്തിനാണ് ഈ ചരിത്രം തിരഞ്ഞ് പിന്നോട്ട് പോകുന്നത്? പറയട്ടെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ അടരുകൾ തേടി പിന്നോട്ട് നമ്മളെ നയിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ജീവിച്ചിരുന്നു എന്ന് വചനം പ്രഖ്യാപിക്കുമ്പോൾ ഈ ഊസ് ദേശം എന്തായിരുന്നു? എങ്ങനെയാണ് അവിടെ ഒരു ഭക്തൻ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുക? ഒരു ഭക്തന് ജീവിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? ആരാധിക്കുന്നവന്, ദൈവത്തെ സ്തുതിക്കുന്നവന്, ദൈവമനുഷ്യന്
പാർക്കാൻ പറ്റിയ ഇടമേതാണ്? ഇത്തരം ചില ആത്മീക സംഗതികളുടെ പൊരുളാണ് നമ്മൾ ഈ വചനത്തിലൂടെ തേടാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. സ്തോത്രം. ഇവിടെ കാണുന്നു ഏറോം ദേശം അഥവാ ഊസ് ദേശം. ഈ സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പറയാം, ഇത് മലനിരകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മനോഹര നഗരം, മലനിരകളോട് കൂടിയ ഒരു മനോഹര നഗരം. ഇന്ന് മലമുകളിൽ ഒരു വീടുണ്ട് എന്ന് കേട്ടാൽ അതിന് ഡിമാൻഡ് വളരെ കുറവാണ്. പാർക്കുന്നത് മലയുടെ മുകളിലാണ് എന്ന് കേട്ടാൽ അവിടെയുള്ള പുരുഷനോ അവിടുത്തെ പെൺകുട്ടിക്കോ വിവാഹം നടക്കുക അത്ര എളുപ്പമല്ല. കാരണം ആളുകൾക്ക് യാത്രാ സൗകര്യം പോരാ, ജലത്തിന് ബുദ്ധിമുട്ട് വരും. ഇക്കാരണങ്ങളൊക്കെ മലകളിൽ വസിക്കുന്നത് ഒരു ഡിമാൻഡ് കുറഞ്ഞ പണിയായി നമ്മളൊക്കെ കാണുമെങ്കിൽ പുരാതന ലോകം അങ്ങനെയല്ല. രാജാക്കന്മാർ തങ്ങളുടെ രാജധാനികൾ സ്ഥാപിച്ചിരുന്നത് മലമുകളിലായിരുന്നു. എന്തായിരുന്നു അങ്ങനെ സ്ഥാപിക്കാൻ കാരണം? മലനിരകളുടെ മുകളിൽ ഉറപ്പിക്കപ്പെട്ട രാജധാനികളിൽ, കോട്ടകളിൽ, കൊത്തളങ്ങളിൽ അതിമുകളിലെ മട്ടുപ്പാവിലൂടെ നടന്ന് ചാലപ്പട പുറത്തേക്ക് കണ്ണു നട്ടിരുന്ന് പുരാതന കാലത്തിലെ ലെൻസുകൾ, കണ്ണാടികൾ, ദർപ്പണങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ദൂരെ നിന്ന് വരുന്ന ശത്രുക്കളുടെ സാന്നിധ്യം മുൻകൂട്ടി കണ്ട് പെട്ടെന്ന് ഇടുന്ന കുതിരപ്പടയെ അയച്ച് എതിരാളികളെ ചെറുത്തു തോൽപ്പിക്കാനും അങ്ങനെ സ്വന്തം ജീവനെ നിലനിർത്താനും രാജ്യത്തിന്റെ സ്വത്ത് സമ്പാദിക്കാനും ഒക്കെ ഉതകുന്ന ഭൂമിശാസ്ത്രപരമായ ഒരു മേൽക്കോയ്മ മലമുകളിൽ പാർക്കുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. താഴെക്കൂടി കടന്നു പോകുന്ന എതിരാളികളെ, താഴെക്കൂടി കടന്നു വരുന്ന ശത്രുക്കളെ മുൻകൂട്ടി കണ്ട് തുരത്താൻ കിട്ടുന്ന ഒരു മുൻതൂക്കം മലമുകളിൽ പാർക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ മലനിരകളിൽ ഉറപ്പിക്കപ്പെട്ട പുരാതന പട്ടണങ്ങളിൽ പ്രസിദ്ധമായ ഒന്നിന്റെ പേരായിരുന്നു ഊസ് ദേശം. ഈ ഊസ് ദേശം എന്ന രാജ്യത്തിന് ഏറോം എന്ന പേര് വരുന്നത് നൂറ്റാണ്ടുകൾ, ഇയ്യോബിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അനവധി സംവത്സരങ്ങൾക്ക് ശേഷമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം നമുക്കിതിനെ ഏസോം ദേശമെന്നും ഊസ് ദേശമെന്നും പറഞ്ഞാൽ സംഗതി ഒന്ന് തന്നെ എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണം. ഈ സ്ഥലത്തേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞു. മലമുകളിൽ ഉറപ്പിക്കപ്പെട്ട ഒരു മനോഹര നഗരം. സുഹൃത്തെ, ഈ മലനിരകളിൽ ഉറപ്പിക്കപ്പെട്ട മനോഹര നഗരത്തിന്റെ മുകളിലേക്ക് ചെന്നാൽ ഒരൊറ്റ വഴി മാത്രം, ഒറ്റ വഴി, ഏക പാതയിലൂടെ വേണം നമുക്കിതിനെ മുകളിൽ ചെല്ലാൻ. ഈ പാതയാകട്ടെ മനുഷ്യൻ ആയുധം കൊണ്ട് വെട്ടിയെടുത്തതല്ല, മനുഷ്യൻ തന്റെ കൈക്രിയകൾ കൊണ്ടൊന്നും ഉണ്ടാക്കിയ വഴിയുമല്ല. പിന്നെ എങ്ങനെ? പ്രകൃതിദത്തമായ ഒരു വഴി, കല്ലുകൾക്കിടയിലൂടെ ഒരു തോട് കണക്കെ മലനിരയെ ചുറ്റിപ്പറ്റി ഇതിന്റെ മുകൾ ഭാഗത്തെത്താൻ ഒരു വഴി അതുവഴി ഉണ്ടായിരുന്നു. ഒരു വഴി എന്ന് കേട്ടാൽ അതിന്റെ വിശാലത കൂടി നമ്മൾ ഗ്രഹിക്കുന്നത് നല്ലതാണ്. തുടക്കത്തിൽ ഏതാണ്ട് 15 അടി വിസ്തൃതിയുള്ള ഈ വഴി ഒരു കാന പോലെ, ഒരു ഇടുക്കുതോട് പോലെ ഈ മലനിരയെ ചുറ്റിപ്പറ്റി ഒരു ചുരം കണക്കെ മുകളിലേക്ക് ചെല്ലുമ്പോൾ 15 അടി വിസ്തൃതി വരുന്ന ഈ വഴി കുറെ നേരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഈ വഴി വികാസം പ്രാപിച്ചിട്ട് അതിന് 150 അടി വരെയായി ഈ വഴി വളരുകയാണ്, അത് വളർച്ച വരികയാണ്. വീണ്ടും ചിലയിടത്ത് ചുരുങ്ങിയും ചിലയിടത്ത് വളർന്നും മലയുടെ മുകളിലേക്ക് നയിക്കുന്ന ഈ വഴി കുറഞ്ഞത് 15 അടിയും കൂടിയാൽ 150 അടിയും എന്ന അനുപാതത്തിൽ പ്രകൃതി ഉണ്ടാക്കിയ ഒരു വഴിയായി ഏതോ ഭൂകമ്പത്താൽ, ഭൂമി കുലുക്കത്താൽ, പ്രകൃതിയുടെ ക്ഷോഭത്താൽ പാറകത്തിറന്ന് സ്വയം ഉണ്ടായ ഒരു മനോഹര വഴി, ആരെയും ആകർഷിക്കുന്ന ഈ മനോഹര വഴി ഇതിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ പാർക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണത്? ആരെങ്കിലും ഈ രാജ്യത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചാൽ അവന് വരാൻ പറ്റുന്ന ഒരേ ഒരു വഴി ഈ വലിയ ഇടുക്കുവഴിയായിരുന്നു. ഈ വിശാല ഇടുക്കുവഴിയുടെ മുമ്പിൽ പരിശീലനം സിദ്ധിച്ച പടയാളികളെ ആയുധം കൊണ്ട് കാവൽ നിർത്തി വഴിയോരത്തൊക്കെ ഗറില്ല പോരാളികളെ ഇരുത്തി അങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷ ശക്തമാക്കി ഇടയ്ക്കിടയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ മുകളിലേക്ക് വരാൻ കഴിയുന്ന എല്ലാ പൊഴുതുകളും അടച്ച് അങ്ങനെ ഉറപ്പിച്ച കോട്ട, ബലവത്തായ സൗകര്യം, ആർക്കും കടന്നു വന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കം, ഇതായിരുന്നു ഊസ് ദേശത്തിന്റെ പ്രത്യേകത. ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ ഞാനും ആത്മാവിൽ ശക്തിപ്പെടും. എന്തേ കാര്യം? ആരും വന്ന് ആക്രമിക്കാനില്ല, ആരും കൊള്ളയടിക്കാനില്ല, വീട് തുറന്നിട്ടിട്ട് പോകാം, ഒരു വിധത്തിലും
ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. അറിയുക, ഇയ്യോബിന്റെ വീട്ടിലേക്ക് നമ്മൾ നടന്നു കഴിഞ്ഞു. വിശാലമായ വഴി, ആ വഴിയാകട്ടെ പ്രകൃതി ഉണ്ടാക്കിയ ഒരു കോട്ട പോലെ ശക്തം, ആർക്കും ഇവിടെ വരാൻ കഴിഞ്ഞില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ ദേശത്ത് പാർത്തിരുന്ന ജനസാമാന്യങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇത്രയും ഉയരമുള്ള സ്ഥലത്ത് വസിക്കുന്നു, ഞങ്ങളെ ആരും വന്ന് കീഴടക്കുകയില്ല, ഞങ്ങൾ ആരാലും തോൽപ്പിക്കപ്പെടുകയില്ല. ഇത്തരം കുൽസിതമായ ചിന്തകൾ, ഗർവിന്റെയും അഹന്തയുടെയും മേൽക്കോയ്മയുടെയും ചിന്തകൾ അവരുടെ ഹൃദയാന്ത ഭാഗത്ത് രസിച്ചിട്ട് അവർ വെല്ലുവിളിക്കാൻ തുടങ്ങി. ആരുണ്ട് ഞങ്ങളെ എതിർക്കാൻ? ആരുണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ? ഈ വെല്ലുവിളിയുടെ ശക്തം അതിഗംഭീരമായി മുഴങ്ങിയപ്പോൾ ഓർക്കുക, ദൈവം ഏത് അഹങ്കാരികളോടും എതിർത്ത് നിൽക്കുന്നു, ഏത് നിഗളികളെയും അവൻ താഴ്ത്തുന്നു, ഏത് ഗർഭിഷ്ഠരെയും അവൻ നിലംപരിശാക്കുന്നു. ഇതൊക്കെ കണ്ട് ആളുകൾക്ക് മനസ്സിലായി, തൊട്ടു താഴെക്കൂടി വരുന്ന എതിരാളികളുടെ സാന്നിധ്യം മണത്തറിഞ്ഞ് കല്ലുകൾ ഉരുട്ടിവിട്ടവരെ കൊന്ന് ഇവിടെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഏതോ നിവാസികൾ വിശ്വസിച്ചു, ഞങ്ങൾ ഉയരപ്പറക്കുന്ന പക്ഷിയെ പോലെ സകല രാജ്യങ്ങൾക്കും മീതെ മലമുകളിൽ വസിക്കുന്ന ആളുകളാണ്, ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ നിങ്ങൾക്കറിയണ്ടേ, വിശുദ്ധ ബൈബിൾ ആ നഗരം കണ്ടിട്ട് പ്രവചിച്ചു. ഒരു പ്രവാചകൻ ഉണർന്നു, അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഏദോമ്യരേ, നിങ്ങൾ മലമുകളിലല്ല നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാൽ അവിടെ നിന്നും നിങ്ങളെ താഴെ ഇറക്കാൻ അധികാരമുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വെള്ളം കേൾക്കുന്ന നടുവിൽ ദൈവത്വമായ ക്രിസ്തുവിനെ, അവന്റെ മഹത്വത്തെ, ഏത് വാഴ്ചയ്ക്കും അധികാരത്തിനും മീതെ തന്റേതായ അധികാരമുള്ള ഉന്നതനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാസിയുമായ മഹാദൈവത്തിന്റെ പുത്രനെ രക്ഷിതാവായി ഒരിക്കൽ കൂടി എത്തിക്കാട്ടട്ടെ. ഇവൻ മാത്രം രക്ഷകൻ, ഇവൻ മാത്രം ആത്യന്തിക വിധികർത്താവ്, ഇവൻ മാത്രം രക്ഷിതാവ്. അത് വിശ്വസിക്കുന്നത് എത്രയോ ഭാഗ്യം. ഈ മഹത്തര നഗരത്തിൽ ആളുകളുടെ ഏകദേശ ഭാവം നിങ്ങൾക്ക് മനസ്സിലായി. അവർ അഹങ്കാരികളായിരുന്നു. ഒരു യോഗ്യത. അപ്പൊ ഭക്തൻ ജീവിച്ചിരുന്നത് എങ്ങനെയുള്ള ആൾക്കാർക്കിടയില്ല? അഹങ്കാരികൾക്കിടയിൽ. ബാക്കി ഏത് പോകട്ടെ, അഹങ്കാരികൾക്കിടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച്, അഹങ്കാരികൾക്കിടയിൽ ജീവിക്കുക. എന്താ ഈ അഹങ്കാരം? സ്വന്തമായിട്ടാണ് എന്തെങ്കിലും ഉള്ളതിന്റെ പേരിലല്ല, നാട്ടിൽ ഇത്രയും വലിയൊരു കോട്ടയുണ്ട്, അവർ അതിനെക്കുറിച്ച് അഹങ്കരിക്കുന്നു. എന്നിട്ട് നാടിനെ കുറിച്ചുള്ള ബോധമാണ് വലിയ സംഭവമാണ്. നമുക്ക് വിശ്വപൗര വീക്ഷണം വേണം. ലോകം മുഴുവനുള്ള മനുഷ്യനെ ഒരുപോലെ കാണാൻ സാധിക്കണം. ലോകത്തിൽ ഒരു രാജ്യത്തോടോ ഒരു മേഖലയോടോ ഒരു സ്ഥലത്തോടോ മാത്രം തോന്നുന്ന അമിത പ്രണയം നമ്മളിൽ ജനിപ്പിക്കുന്നത് കുടിലമായൊരു വികാരമാണ്. എല്ലായിടത്തും ദൈവസൃഷ്ടിയായ മനുഷ്യനുണ്ട്. മനുഷ്യരുടെല്ലാം നമുക്കവരെ ബഹുമാനിക്കാൻ കഴിയണം. ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും വർണ്ണത്തിനും വർഗത്തിനും അപ്പുറത്ത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മാഹാത്മ്യം കണ്ടിട്ട് തിരിച്ചറിയുന്നവനാണ് ദൈവത്തിന്റെ മകൻ. ഏതോമ്യർ അഹന്തയുള്ളവരായിരുന്നു. ഏതോമ്യരുടെ അഹന്തയെ ഞാൻ പറഞ്ഞുള്ളൂ. നീ വേറെ രണ്ട് സുവിശേഷം കൂടി നോക്കുക. ഇവര് ജോലി തിരക്കുള്ള ആളുകളായിരുന്നു. നമ്മളോട്ടല്ല, നല്ല തിരക്കുള്ള ആളുകൾ. തിരക്കുള്ള ആളുകൾ എന്ന് പറയാൻ കാരണം, ബന്ധു വന്നാലോ ഹർത്താൽ വന്നാലോ അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാലോ പണിയില്ലാത്ത ആളുകൾ വേണ്ടിക്കൊടുക്കും. എംപ്ലോയീസിനൊന്നും ജോലിയില്ല. ജോലി ഉള്ളവർ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കും. ഞങ്ങൾ പ്രസംഗര് ഹർത്താലിനെ കേട്ടാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും അവധി എടുക്കുന്ന സമയമാണ്. അങ്ങനെയെങ്കിൽ ഏതോറിലുള്ളവർക്ക് എന്നും പണിയായിരുന്നു. കാരണം അവരുടെ പ്രധാന ജോലി കൊള്ളയായിരുന്നു. കൊള്ളക്കാരനെ സംബന്ധിച്ചോളം ഹർത്താലും ബന്ധുവൊന്നും അതിന്റെ വിഷയമല്ല. അവനെ ചെല്ലുന്നിടത്ത് അവന്റെ പണിയുണ്ട്. അല്പം ശ്രദ്ധിച്ചാൽ അവൻ ഈ യോഗത്തിലും വന്ന് പണി തരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലേ? എന്നും അവന് ജോലിയുണ്ട്. ട്രെയിനിൽ അവന് ജോലി, ബസ്സിൽ അവന് ജോലി, ടൗണിൽ അവന് ജോലി, എന്നും അവന് ജോലിയാണ്. മുതൽ മുടക്കൊന്നും ആവശ്യമില്ല, പ്രത്യേക ജോലിയാണ്. ഇതായിരുന്നു ഏതോമ്യം. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ് ഈ ഉപദേശി പറഞ്ഞുകൊണ്ട് പോകുന്നത്? ഇതൊക്കെ ബൈബിളിലുള്ളതാണോ? ചരിത്രത്തിലെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കും. ഇവരെങ്ങനെ ഉടയടിക്കും എന്ന് പറയാം. തൊട്ടു താഴെക്കൂടി മലകൈവാരത്തിൽ കൂടി കടന്നു പോകുന്ന ഒട്ടകപ്പടകളെ, അതിന്മീതെ സുഗന്ധ വസ്തുക്കൾ വെച്ചുകെട്ടി വിൽക്കാൻ പോകുന്ന അറബികളെ, അതുവഴി കടന്നു പോകുന്ന നായാട്ടുവീരന്മാരെ, അവരുടെ ആയുധങ്ങളെ, ഭക്ഷണപ്പൊതികളെ, അവരുടെ സമ്പത്തിനെ മുഴുവൻ കൊള്ളയടിക്കലായിരുന്നു ഇവരുടെ പ്രധാന പണി. താഴെപ്പോൾ പൂർണ്ണമനെ കൊള്ളയടിക്കുക. കൊള്ളയടിക്കാൻ അവർ ചെയ്യുന്ന മാർഗം, മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുട്ടിവിട്ട് ഉരുണ്ട കല്ലുകളിൽ തട്ടി ആനുമാരികൾ ഒട്ടകങ്ങൾ ചിതറുമ്പോൾ, യാത്രികർ ഭയന്നോടുമ്പോൾ
മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഇവർ ഓടി വന്ന് യാത്രികരുടെ സാധന സാമഗ്രികൾ കൊള്ളയടിക്കും, ഇതുകൊണ്ട് വീട്ടിലേക്ക് വരും. അങ്ങനെ ഏതോമിലുള്ളവരെല്ലാം ബഹുസമ്പന്നരായി. അതിസമ്പന്നരായിരുന്നു ഏതോമിൽ പാർത്തവർ. അതിസമ്പന്ന നേരായ വഴിക്ക് ഒരുവന് പണം ഉണ്ടാകുന്നത് തെറ്റല്ല. തെറ്റായ വഴിക്കുണ്ടാകുന്ന സകല പണത്തിനും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും സകല മനുഷ്യരെ. സ്തോത്രം. പക്ഷേ തെറ്റായ വഴികളിൽ അവർ പണം സമ്പാദിച്ചു, നേരല്ലാത്ത മാർഗങ്ങളിൽ അവർ പണം സമ്പാദിച്ചു. സ്തോത്രം. ഏതാണ് ഈ നേരല്ലാത്ത മാർഗം? സ്തോത്രം. ഞങ്ങളെ ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം നേരായ വഴിയിലെ പണമേ വാങ്ങാൻ അർഹതയുള്ളൂ. സ്തോത്രം. മനസ്സിലാവുന്നത് ഒന്ന് വ്യക്തമാക്കാം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ ലീഡ് ചെയ്യുന്ന ദാസനോട് പറയാണ്, കർത്താവിദാസനെ, എനിക്ക് ഒരു 5 സെന്റ് സ്ഥലമുണ്ട് സ്വന്തമായിട്ട്. 5 സെന്റ് സ്ഥലം സ്വന്തമുണ്ട്, ഇതൊന്ന് വിറ്റ് തരാൻ കൊള്ളാം. സ്വന്തം ആരെങ്കിലും പരിചയത്തുള്ളവർ ദൈവമക്കളാണെങ്കിൽ ഞാൻ വില കുറച്ചു കൊടുക്കാം. ഞാനിതൊക്കെ കേട്ട് ഒരാളോട് പറയുന്നു, ഇങ്ങനെ ഈ സെയിലിൽ ഈ ട്രാൻസാക്ഷന് വേണ്ടി ഞാൻ ഇടനില നിന്നത് ഒരു പാപമല്ല, ഒരു തെറ്റുമല്ല. സ്വന്തം ഒരു പെൺകുട്ടി ചർച്ചയുണ്ട്, അവർക്ക് വേണ്ടി ഒരു പുരുഷനെ ഒരാളോട് ചോദിച്ച് സജസ്റ്റ് ചെയ്ത് വിവാഹത്തിന് വേണ്ട ഇടനില ഞാൻ നിൽക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ എന്റെ പണി അതല്ല. എന്റെ പണി അതല്ലാത്തത് കൊണ്ട് തന്നെ ആ നാളത്തിലുള്ള വരുമാനം ഞാൻ കൈപ്പറ്റുമ്പോൾ തിരുവെടുത്ത് പറയാണ്, മൂപ്പൻ ദുർലാഭമോഹി ആകരുത്. അർത്ഥം മനസ്സിലാവുന്നോ? മൂപ്പൻ ദുർലാഭമോഹി ആകരുത്. ആ പണം ഈ കയ്യിൽ വാങ്ങാൻ നമുക്ക് അവകാശമില്ല. മനസ്സിലാകുന്ന നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരുന്നു. ഈ പാസ് ചെയ്ത നാമത്തിൽ എനിക്ക് ഒരു പാരിതോഷികം തന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കാം, അത് തെറ്റല്ല. പക്ഷേ ഒരു ബ്രോക്കറെ പോലെ എനിക്ക് ഇത്ര പെർസെന്റ്, അത് കൃത്യം തരാതെ ഞാൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞാൽ എന്നിൽ എന്തോ ഉണ്ടെന്നർത്ഥം. വിട്ടുപോകത്തില്ലെന്ന് വാശി പിടിക്കുന്ന ആരാന്നൊക്കെ മനസ്സിലായില്ലേ? സ്വന്തം ഒന്നുകൂടി പറയാം, അടുത്തുകൂടി പറയാം. ഇവിടെ പാടാൻ വന്നു, പ്രസംഗിക്കാൻ വന്നു, നമ്മൾ പലരും പല ക്ഷണം സ്വീകരിച്ചിവിടെത്തി. സ്വന്തം ഇന്നത് കിട്ടാതെ ഞാൻ പോകില്ല എന്ന് നല്ല വിളിച്ചല്ലോ. സ്വന്തം നല്ല ആത്മാവിൽ നമുക്കത് പറയാനാവില്ല. സ്വന്തം പ്രൈസലോ. ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളിലും ഏത് വശങ്ങളിലും ദൈവദാസന്മാർക്ക് വേറിട്ട ഒരു ജീവിതക്രമം ബൈബിൾ വെച്ചിരിക്കുന്നു. സ്തോത്രം. ഭക്തൻ എന്താണെന്നും ഭക്തി എന്താണെന്നുമുള്ള ജീവിതത്തിന്റെ വെളിപ്പാടിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. ഉദ്ദേശത്ത് ഇയ്യോബ് എന്നൊരു പുരുഷൻ ജീവിച്ചിരുന്നു. അവൻ നേരുള്ളവൻ, ഈ സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ പോകുന്ന മനുഷ്യനായിരുന്നവൻ. വളഞ്ഞ വഴികൾ, ദുർലാഭങ്ങൾ മോഹിച്ചുകൊണ്ടുള്ള വളഞ്ഞ വഴിയില്ലാത്തൊരു മനുഷ്യൻ ആ നാട്ടിൽ പാർത്തപ്പോൾ ചുറ്റും കൊള്ളക്കാർ വസിച്ചു, ചുറ്റും അധർമ്മികൾ വസിച്ചു. ഒന്നും വ്യക്തമാക്കട്ടെ, അവരെ മൊത്തം ഞാൻ പറഞ്ഞില്ല. ഈ നാടിനെ കുറിച്ച് എനിക്കൊന്ന് വ്യക്തമാക്കാനുണ്ട്. സ്തോത്രം. ഈ ദേശത്തെ ആളുകൾ കൊള്ള നടത്തുന്നത് സയന്റിഫിക്കലായിട്ടായിരുന്നു, ശാസ്ത്രീയമായി. ഞാൻ അടുത്ത കാലത്ത് ഒരു വലിയ കൊള്ളക്കാരനെ പരിചയപ്പെട്ടു. വലിയ കൊള്ളക്കാരൻ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന് കർത്താവിനെ സേവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യം, അദ്ദേഹം ഈ ധീര കഥകളൊന്നും എന്നും പോയി പറയുന്നില്ല. പണ്ട് ഞാൻ കായംകുളം കൊച്ചുണ്ണിയായിരുന്നു എന്നൊന്നും അദ്ദേഹം പറയാതെ എന്തോ സംഭാഷണ മധ്യത്തിൽ അറിയാൻ ഇത് കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാന് കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ വായിച്ചു പഠിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യേണ്ട പണി കൊള്ളയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ കൊള്ളയിൽ ഞാനൊരു നിബന്ധന വെച്ചു, അത് ഒരുവന്റെയും കണ്ണീര് കുടിപ്പിക്കുന്ന പണമാകരുത്, ആരെയും ദുഃഖിപ്പിക്കുന്ന പണമാകരുത്. ഞാൻ ചോദിച്ചു, ആരെയും ദുഃഖിപ്പിക്കാതെ താങ്കൾ എങ്ങനെയാണ് കൊള്ളയടിച്ചത്? അദ്ദേഹം 2-3 ബാങ്കുകളുടെ പേര് പറഞ്ഞു. നോക്കണം, തൃശ്ശൂരിലെ വൈശ്യ ബാങ്ക് കൊള്ളയടിക്കും. അതാകുമ്പോ ആർക്കും ദുഃഖമില്ലല്ലോ, സർക്കാരിനല്ലേ ദുഃഖം. സർക്കാർ ഇപ്പം ദുഃഖിക്കട്ടെ, ഡിപ്പോസിറ്റ് ഉണ്ടോന്ന് പ്രയാസമില്ല. 1-2 കെട്ടുകണക്കിന് പണം. നോക്കണം, 90കളിൽ നടന്ന സംഭവമാണ്. വൈശ്യ ബാങ്ക് കൊള്ളയടിച്ച ഈ ചെറുപ്പക്കാരൻ ഈ പണമെല്ലാം എടുത്ത് സാധുക്കൾക്ക് കൊണ്ടുകൊടുത്തു. ഇത് കൊണ്ടുകൊടുത്തിട്ട് ഇത് എവിടുന്ന് വരുന്നൊന്നും പറയുന്നില്ല. എന്നാൽ രസകരമായ കാര്യം കേൾക്കണ്ടേ? സാധുക്കൾക്ക് പണം കിട്ടിയാൽ സാധുക്കൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേൾക്കുക. വലിയ തുക കൈകാര്യം ചെയ്യാത്ത ഒരാളിന്റെ കയ്യിൽ കോടിക്കണക്കിന് കിട്ടിയാൽ എന്ത് ചെയ്യും? ഞാൻ ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ ചിലരെ പരാമർശിച്ച് എഴുതുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ, താങ്കൾ ഇങ്ങനെയൊക്കെ എഴുതുന്നു, താങ്കൾ ഒരു സഭയുടെ നേതാവായാൽ എന്ത് ചെയ്യും? ഇതൊക്കെ ശുദ്ധീകരിക്കും. ഒരു സംശയവും വേണ്ട. കാരണം എന്ത്? ഇത് അർഹിക്കാത്തവന്റെ പക്കലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. നോക്കണം, അറിയാതെ രഹസ്യങ്ങൾ പറഞ്ഞു പോയ കൂടെ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എവിടെ നിന്നാണ് ഈ പണം വന്നത്? സ്തോത്രം. എവിടെ നിന്ന് പണം വന്നു എന്ന വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊരു കുടിയൻ അന്നിരിപ്പുണ്ടായിരുന്നു. ആ കുടിയൻ നിസാര കുടിയനൊന്നുമല്ല, ഡിപ്പാർട്ട്മെന്റ് കുടിയനാ, വെറുതെ ഒന്നല്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഫോൺ വിളിച്ചു, ആളിന്റെ കയ്യിൽ ചെയിൻ വീണു. അന്വേഷിച്ച് വന്നപ്പോൾ നമ്മുടെ കുടിയുടെ കയ്യിൽ ചെയിൻ വീണു. സ്തോത്രം. മനസ്സിലായില്ലേ? ഈ കക്ഷിയുടെ കയ്യിൽ ചെയിൻ വീണു.
പല വിധത്തിൽ അദ്ദേഹം ആസൂത്രിതമായി ചെയ്ത ഈ കൊള്ള തെളിയിക്കാൻ സയന്റിഫിക്കലായിട്ട് ആർക്കും കഴിഞ്ഞില്ല. അത്ര ആസൂത്രിതം. കോയമ്പത്തൂരിൽ പോയി പ്രത്യേക ഡയലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് സ്ട്രോങ് റൂം തുറന്ന അദ്ദേഹത്തിന്റെ വിദ്യ കിട്ടുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നടുങ്ങിപ്പോയി. ഒടുവിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട കാലങ്ങളിൽ സുവിശേഷം കേട്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. യേശുവിനായി വേർതിരിഞ്ഞു. സുവിശേഷത്തിന്റെ വക്താവായി തീർന്നു. സ്തോത്രം. ആ ലോകത്തോട് പാടെ വിട പറഞ്ഞു. ധീരകഥകളായി ഇതൊന്നും പറഞ്ഞു കിടക്കാത്ത ഈ മനുഷ്യരുടെ കേട്ടൊരു കഥയാണ്. എന്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഏതോമിലെ കൊള്ളക്കാർ സയന്റിഫിക്കലായി കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ എങ്ങനെയായിരുന്നു? സയന്റിഫിക്കലായ അവരുടെ കുറ്റകൃത്യം പറയാം. ഇവർക്കിടയിൽ താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തിയ ഒരുപറ്റം ആളുകൾ മന്ത്രോച്ചാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഏതോമിലെ ചുണ്ണാമ്പ് പാറകളിലെ ചിലതരം ഗുഹകൾക്കകത്തിലേക്ക് ചെന്ന് ഈ ഗുഹകളിൽ നിന്ന് ഒരുതരം പൊടി വാരി ശേഖരിക്കും. ഈ പൊടി കയ്യിലിട്ട് ഉടച്ച് അത് മറ്റു ചില വസ്തുക്കളുമൊക്കെയായി സമന്വയിപ്പിച്ച് ആകാശത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയും. ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അടുത്ത 2 സെക്കൻഡിനുള്ളിൽ ഈ പൊടി വാരിയെറിഞ്ഞ സ്ഥലത്ത് തീ ആഞ്ഞു പിടിക്കും. തീ ആളിക്കത്തി പുക കൂടെ വമിക്കും. തീയും പുകയും ഒരുമിച്ച് വമിക്കുന്ന ഈ വല്ലാത്ത അന്തരീക്ഷത്തിൽ ആളുകൾ ഇത് കണ്ട് ഭയന്നോടും. ഈ ഭയന്നോടുന്ന ആളുകളുടെ വസ്തുക്കൾ ഓരോന്ന് കൊള്ളയടിച്ച് ആടുമാടുകളെ അപകരിച്ച് വീട്ടിൽ കൊണ്ടുവരിക പതിവായി. അതുകൊണ്ട് ഈ പൊടിപടലങ്ങൾ എടുക്കുന്ന ആളുകൾ കൊള്ളയടിക്കാൻ പോകാറില്ല. അവരുടെ പണി ഈ പൊടി വിൽക്കുകയാണ്. ഈ പൊടിക്ക് അവരുടെ പേരിട്ടു ഇത് സാധാരണ പൊടിയല്ല. ഞാൻ ധ്യാനിച്ചും ഏകാഗ്രപ്പെട്ടിരുന്നു കൊണ്ടും ഈ ഏതോമിന്റെ മൂർത്തിയെ സേവിച്ചുകൊണ്ട് ആ മൂർത്തി എനിക്ക് തന്ന, ഈ നാടിന്റെ ദേവത എനിക്ക് തന്ന അനുഗ്രഹത്തിന്റെ പൊടിയാണിത്. ഈ പൊടിക്ക് അവരുടെ പേരിട്ടു ദേവതയുടെ പൊടി, ദൈവത്തിന്റെ പൗഡർ എന്നൊക്കെ പേരിട്ട് അവരങ്ങോട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പൗഡർ എന്ന പേരിൽ ഏതോമിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ഈ പൊടി വിൽക്കുന്ന പുരാതന മാന്ത്രികന്മാർ അത് മുന്തിയ വിലക്ക് കൊള്ളക്കാർക്ക് വിൽക്കാൻ തുടങ്ങി. കൊള്ള മുതൽ അപകരിച്ചെടുക്കാൻ പോകുന്ന കൊള്ളക്കാർ ഇത് പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് എറിഞ്ഞിട്ട് ദൈവത്തിന്റെ തീ വരുന്നു ഓടിക്കൊള്ളാൻ വിളിച്ചു പറയും. ആളുകൾ നാലുപാടും ചിതറിയോടും. ഈ ചക്കത്തിന് മുതലുകൾ കൊള്ളയടിക്കും. ഇത് പ്രാസം ഉണ്ടാക്കിയ കഥയല്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ കിടക്കുന്നു. ദൈവത്തിന്റെ തീയ് ആകാശത്തു നിന്ന് വീട് കത്തി നിന്റെ മുതലുകളൊക്കെ നശിച്ചു. വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ ഒരുത്തൻ മാത്രം രക്ഷപ്പെട്ടു പോന്നു. നിന്റെ ആടുമാടുകളെ ശവായ വന്ന് അപകരിച്ചു കൊണ്ടുപോയി. അങ്ങനെ കൊള്ളയുടെയും കൊള്ളിവയ്പിന്റെയും പരാതികത്തിന്റെയും വല്ലാത്ത ലോകം അങ്ങനെ വീർപ്പുമുട്ടി കഴിയുന്ന മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന നിരവധി ആളുകളുടെ ഗ്രാമം, നിരവധി ആളുകളുടെ രാജ്യം. ആ രാജ്യത്തിന്റെ പേരത്രേ ഏതോം ദേശം. മനസ്സിലാവുന്നല്ലോ. ഇതിനെ കുറിച്ച് ഒരു പോയിന്റ് കൂടി പറഞ്ഞേ. ഞാൻ ആത്മീയ വിശകലനത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. സ്തോത്രം. ഈ ദൈവത്തിന്റെ പൊടി ശേഖരിക്കുന്ന പുരാതന മാന്ത്രികന്മാർക്ക് പുരാതന ലോകം ഒരു പേരിട്ട് വിളിച്ചു. ആ പേര് കുട്ടികൾ കേൾക്കുക, മുതിർന്നവർക്ക് പറയാൻ ഇപ്പം പ്രയാസമുണ്ട് ആളുകൾക്ക്. മന്ത്രോച്ചാരണങ്ങൾ ഉദ്ധരിച്ച് ഏതോമിലെ മൂർത്തിയെ പ്രീതിപ്പെടുത്തി ചുണ്ണാമ്പ് കല്ലുകളുടെ അടരികൾക്കകത്ത് നിന്ന് പ്രത്യേകതരം പൊടിവാരി ശേഖരിച്ച് അന്തരീക്ഷത്തിലിറങ്ങി തീപിടിപ്പിക്കുന്ന പുരാതന മാന്ത്രികന്മാരെ അന്നത്തെ ലോകം ഒരു പേരിട്ട് വിളിച്ചു ആൽക്കെമിസ്റ്റുകൾ. എങ്ങനെയാണ്? ആൽക്കെമിസ്റ്റ്. ഇതിൽ നിന്നാണ് കെമിസ്ട്രി എന്ന പദം നിഷ്പാദിച്ചിരിക്കുന്നത്. ആൽക്കെമിസ്റ്റിൽ നിന്നാണ് കെമിസ്ട്രി. ചുരുക്കത്തിൽ കെമിസ്ട്രിയുടെ നാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രസതന്ത്രം രൂപപ്പെട്ടു വന്ന നാടിനെ കുറിച്ചാണ് പറയുന്നത്. പണ്ട് രസതന്ത്രം പോലും ഒരു മന്ത്രവാദത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. ആദ്യത്തെ രസതന്ത്രജ്ഞന്മാർ മാന്ത്രികന്മാരായിരുന്നു. അത് ഒരു അന്ധവിശ്വാസത്തിന് ആരംഭിച്ചതാണ്. ആധുനിക ശാസ്ത്രം തെളിയിച്ചു കൊടുത്തു അത് മന്ത്രവാദമല്ലായിരുന്നു. ആ വാരിയ പൊടി ദൈവത്തിന്റെ പൊടിയുമല്ലായിരുന്നു. ഗന്ധകം ഉൾക്കൊണ്ട ചില കണ്ടന്റുകൾ അന്തരീക്ഷത്തിലേക്ക് വാരിയെറിഞ്ഞപ്പോൾ അറിയാതെ സംഭവിച്ച ഉരസലിന്റെ ഫലമായി ഉണ്ടായ തീയാണ്. ഈ തീ കാട്ടി ആളുകളെ ഭയപ്പെടുത്തിയ പുരാതന മാന്ത്രികന്മാർ ജീവിച്ചിരുന്ന ഭൂപ്രദേശത്തിന്റെ പേരാണ് ഏതോ. ഇത്തരം പറഞ്ഞിട്ട് ചിലർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ആ സ്ഥലത്തിന്റെ ഒരു പേര് കൂടി പറയുന്നു. അതിന്റെ ഇന്നത്തെ പേര് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ. ആധുനിക മസ്കറ്റ്. മനസ്സിലാകുമല്ലോ.
സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അഥവാ ആധുനിക മസ്കറ്റ്. കൂട്ടി വിളിപ്പിക്കട്ടെ, ഇനി ഈ പുസ്തകം എങ്ങനെ വായിക്കണം? സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ആധുനിക മസ്കറ്റിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എങ്ങനെയായിരുന്നു? ഇയ്യോബ് അഥവാ അയ്യൂബ് എന്നും പറയാം, യോബ് എന്നും പറയാം, അയ്യൂബ് എന്നും പറയാം, യൂബ് എന്നും പറയാം. സ്വന്തം പല അർത്ഥങ്ങൾ ഈ പദത്തിനുണ്ട്. കാറ്റുകഴുത എന്നൊരർത്ഥമുണ്ട്, സഹിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്, തിരിയാൻ ഉപദേശിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അങ്ങനെ പലവിധ അർത്ഥങ്ങൾ. ഞാൻ എന്തേ ഇത്രയും പറഞ്ഞത്? ഇങ്ങനൊരു സ്ഥലത്ത് ഒരു ഭക്തൻ ജീവിച്ചിരുന്നു. ആദ്യത്തെ വാക്യം തന്നെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ആവേശം പകരുന്ന ഒരു വാക്യം. എവിടെയാണ് ഭക്തൻ ജീവിച്ചിരുന്നത്? എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഒരു ആത്മീയൻ ജീവിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏതല്ലെന്ന് പറയാം എന്ന് പറഞ്ഞു. ഏതല്ല? അത് കുമ്പനാടല്ല, അത് പത്തനംതിട്ട ജില്ലയല്ല, അത് കോട്ടയം ജില്ലയല്ല, അനേക വിശ്വാസികൾ കൂടിപ്പാർക്കുന്ന ഇടമല്ല. പുനലൂരും മുളക്കരയും കോട്ടയത്തും കൊല്ലത്തും ഒന്നും ആത്മീയ ജീവിക്കാൻ പറ്റിയ ഇടമാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ ആത്മീയ ജീവിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ ഇതാ തിരുവനന്തപുരത്തിൽ കണ്ടു. ചുറ്റും മാന്ത്രികന്മാർ, ചുറ്റും ദേശനിവാസികളെ അലട്ടുന്ന കൊള്ളക്കാർ, വഴിയാത്രക്കാരുടെ പോക്കറ്റടിക്കുന്ന ആ വളരെ ആസൂത്രിതമായി ജനത്തെ ചിതറിച്ചോടിച്ച് അവരുടെ വസ്തുവകൾ കൊള്ളയടിക്കുന്ന ആളുകൾ. അത്ഭുതകരമായ കാര്യം, അങ്ങനെ മാന്ത്രികന്മാരുടെ തറവാട്ട് ഭൂമിയിൽ പിന്മറപ്പിക്കുന്ന ആളുകൾക്കിടയിൽ, മന്ത്രോച്ചാരണങ്ങളുടെ നാട്ടിൽ കൊള്ള നടത്തുന്ന ആളുകൾക്കിടയിൽ ഒരു പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, ആത്മനിർഭർ പ്രാപിച്ചവരുണ്ടായിരുന്നു, ദൈവത്വം പ്രാപിച്ചവരുണ്ടായിരുന്നു. അന്തരാത്മാവിൽ കുത്തുകൊണ്ടിട്ട് പാപബോധമുണ്ടായിട്ട് ജനത്തെ നേരാവണ്ണം ഉപദേശിക്കുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ രാത്രി തിരുവഴുത്തി വെക്കുന്നവർ അറിയട്ടെ, ദൈവാത്മാവുള്ളവന് ഏത് ഇരുട്ടിന്റെ ഗൗഹരങ്ങളിൽ ജീവിക്കാൻ സാധിക്കും. അവനെ അനാത്മീകരുടെ കരിമ്പഴ കെട്ടുകൾ കൊണ്ട് മൂടി ശ്വാസം മുട്ടിക്കാൻ യുഗത്തിലെ ഒരു ശക്തിക്കും കഴിയയില്ല. പെർഗമോ സഭയോട് ദൂതറിയിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എവിടെ പാർക്കുന്നു മകനെ, അത് ഞാൻ അറിയുന്നു. സാത്താന്റെ സിംഹാസനമുള്ളതും ജീവിക്കുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം സാത്താന്റെ സിംഹാസനവും അടിത്തറ ഇളക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ സിംഹാസനം, അവന്റെ സഭ, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനാവാത്ത അവന്റെ സഭ സ്ഥാപിക്കാൻ കഴിയുന്ന ഉയരത്തിലെ നിയമവും ആത്യന്തികമായി പ്രാപിച്ചവന്റെ പേരാ ദൈവത്തിന്റെ മകൻ. അത് ഹൃദയത്തിലുള്ളവർ തിരിച്ചറിയട്ടെ. ഏത് ഏരോവിലും ഞങ്ങൾ വസിക്കും, ഏത് പെർഗമോസിലും ഞങ്ങൾ വസിക്കും, ഏത് യെരൂശലേമിലും ഞങ്ങൾ വസിക്കും, പലരും ഉപേക്ഷിച്ച് കിടന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ വസിക്കും. സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് സുവിശേഷത്തിന്റെ തേജസ്സേറിയ കൊടി പാറി പറക്കും വരെ ഉപയോഗത്തിന്റെ 5 വൻകരകളിലും യേശുവിന്റെ മഹത്തായ സാക്ഷ്യം ഉയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ വസിക്കും. എന്തേ കാരണം? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഈ മണ്ഡലങ്ങളിലൊക്കെ പാർക്കാൻ കഴിയുമെന്നും ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ അളവറ്റ ശക്തി, ആ അളവറ്റ ശക്തി മൂലധനമായുള്ളവൻ തിരിച്ചറിയട്ടെ. ഇവിടെ ഒന്നും പാർക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല. ഭയമില്ലാത്തവന്റെ പേരാ ദൈവത്തിന്റെ മകൻ. നമ്മളൊക്കെ ആരാ? ഒരു മനുഷ്യനെ ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താ ധരിച്ചിരിക്കുന്നത്? ആത്മീയൻ എന്ന് കേട്ടാൽ നമ്മുടെ വിചാരം ക്ലീൻ ഷേവ് ചെയ്തിരിക്കണം, ഇങ്ങനെ ദുബൈ മുണ്ടും ഒക്കെ ധരിച്ചിരിക്കണം. പാൻറ്റാണെങ്കിൽ കുഴപ്പമില്ല, ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. ഇതിലെല്ലാം ഉപരി ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ താഴ്മയോട് സംസാരിക്കണം. സഹോദര എന്ന് വിളിക്കുമ്പോൾ വൈബ്രേഷൻ ഇട്ട് വിളിക്കണം. ബ്രദറേ, സഹോദര ഇത് പറയുമ്പോഴേ ഒരു കൃപ വ്യാപരിക്കണം. അങ്ങനെ ഭാഷ കൊണ്ട് തിരിച്ചറിയാം, വേഷം കൊണ്ട് തിരിച്ചറിയാൻ നമ്മുടെ ചിന്ത. വെള്ളയിടുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെങ്കിൽ, വെള്ളയിടുന്നതാണ് ഭക്തിയുടെ മാനദണ്ഡമെങ്കിൽ നമ്മളെക്കാൾ ഭക്തന്മാര് ഇന്ത്യൻ കോപ്പിൽ ശ്രമിക്കുന്ന ആളുകളാണ്. നമ്മൾ പോലും വെള്ള കൂടെ കറുത്ത പാണ്ടാണ് എടുക്കുന്നത്, അങ്ങനല്ലേ? ഇന്ത്യൻ കോപ്പിയുടെ ആളുകൾ വിനയമാണ് ലക്ഷ്യമെങ്കിൽ അവരെ ഏറ്റവും വിനയമുള്ളൂ. സാറേ എന്തോ വേണം ഇന്നത്തെ സാറേ. ചിലപ്പോൾ അവരെ ആ സ്നേഹം കണ്ടാൽ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ അപ്പനമ്മമാരെന്നെ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു സ്നേഹം! ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത സ്നേഹമൊക്കെ അനുഭവിക്കുന്നത് ഇന്ത്യൻ കോപ്പിൽ ചായ കുടിക്കാണ്ടിരിക്കുമ്പോഴാണ്. എന്തോ വേണം. പിന്നെ ഒടുവിൽ ബില്ല് വരും, പിന്നെ ആ പുള്ളി ആ വഴി വരികയില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വയറല്ല നിറഞ്ഞത്, എൻ്റെ കണ്ണാണ് നിറയുന്നത്. ബില്ല് കെട്ടിട്ട് വയറ് നിറഞ്ഞില്ല, പിന്നെന്താ കണ്ണ് നിറയുന്നത്? പറഞ്ഞു വന്നത് പുറമെയുള്ള വേഷവും ഭാഷയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഭക്തി. നമുക്കൊരു ധാരണയുണ്ട്. ബൈബിൾ എന്ന് പറയുന്നു, ഇയ്യോബ് അവിടെ എങ്ങനെ ജീവിച്ചു നമുക്കൊന്ന് നോക്കാം.
യോബിന്റെ പുസ്തകം 29 അധ്യായം 1 മുതൽ താഴോട്ട് വായിച്ചാൽ ഇയ്യോബ് എങ്ങനെ അവിടെ പാർത്തു എന്ന് നമുക്ക് മനസ്സിലാകും. വായിച്ചാൽ യോബിനെയും സുഭാഷിതം ചൊല്ലിയതെന്നാൽ, യോബ് പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിലും കൊള്ളായിരുന്നു. യോബ് സുഭാഷിതം ചൊല്ലി. അതാ ഭക്തന്റെ പ്രത്യേകത. സുഭാഷിതം. എന്താ സുഭാഷിതം? നല്ല വാക്ക്. സുഭാഷിതം ചൊല്ലി. ഗുഡ് ന്യൂസ്. സുവാർത്ത പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. അതെന്തായിരുന്നു? വയ്ക്കാം. യോബ് പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, പണ്ടത്തെ നാളുകളിലെ പോലെ, ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കലിലെ പ്രകാശിച്ചു. പദം ശ്രദ്ധിക്കണേ. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്കലിലെ പ്രകാശിച്ചു. പദം അടുത്ത് പഠിക്കണം. അവന്റെ ദീപം ഞങ്ങളുടെ തലയ്ക്ക് മീതെ നല്ല രക്ഷിക്കപ്പെട്ടവരുടെ വ്യക്തിപരമായ അനുഭവം. അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അർത്ഥം അറിയ, യഹോവയുടെ കുറ്റാക്കുറ്റിരുട്ടിൽ എന്റെ അയൽക്കാരൻ തപ്പി നടക്കുമ്പോ കൊള്ള മുതൽ എന്റെ ആധിക്യം കൊണ്ട് പടുത്തുയർത്തിയ രമ്യകർമ്മങ്ങളിലെ സുഖസൗകര്യങ്ങളുടെ ആലസ്യത്തിൽ അവൻ വീർപ്പുമുട്ടുമ്പോൾ, അന്ധത ചുറ്റും വ്യാപരിക്കുമ്പോൾ, ഭ്രാന്തവേദാളങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. ആ ദീപത്തിന്റെ മനോഹാരിതയാണ് സുവിശേഷം. ലോകത്ത് ആർക്കും കിട്ടാത്ത ഈ മഹാ വെളിച്ചം എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലായി ഇറങ്ങി വന്നു. ആ വെളിച്ചം എന്നെ രൂപാന്തരപ്പെടുത്തി. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അടുത്ത വാക്യം. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരിക്കുകയും. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത. വിശേഷപ്പെട്ടൊരു വ്യക്തി നമ്മുടെ കൂട്ടുകാരനാണെന്ന് പറയുന്നത് അവർക്ക് ഇന്നൊരു അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ എന്റെ സ്നേഹിതനായ ഒരു കേസ് പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് എപ്പോഴും കാണുമ്പോൾ പറയും, മുകളിലേക്ക് നല്ല പിടിപാടാം കൂട്ടുകാരാ. പിന്നെ ഈ പിടിപാടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അന്ന് ശ്രീ ജി കാർത്തികേയൻ നിയമസഭാ കക്ഷി നേതാവായിരിക്കുന്ന ഉപനേതാവായിരിക്കുന്ന കാലമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് എന്നെ ബൂത്തിക്ക് അകത്ത് ഇങ്ങനെ ഡയറി ചെയ്ത് ചെറുതൊരു നമ്മുടെ ഡയറിയിട്ട് കാർത്തിക സാറിലെ ഡയറി നിയമസഭയിൽ കൃത്യമായിട്ട് കൂടുന്നുണ്ടോ അല്ലേ? ഇത് രാജേഷാ വിളിക്കുന്നതോ കാണാൻ കേട്ടോ ഇതൊന്നും കാട്ടി. എനിക്കൊന്നും മനസ്സിലായില്ല എന്തിനാണ് എന്നെ കിട്ടിയത്. എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് എനിക്ക് മൻമോഹൻ സിംഗുമായിട്ടും ബന്ധപ്പെടാം. മൻമോഹൻ സിംഗ് അല്ലേ കൊടുത്തോട്ടായിട്ടൊന്ന് വിളിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്ന ബജറ്റിന്റെ കാര്യമൊക്കെ എന്തായി? ചില ആളുകൾ ഇങ്ങനെ വയക്ക് വഴിക്ക് കേട്ടിട്ടില്ലേ? ഞാനും മൻമോഹൻ സിംഗ് ഒരുമിച്ച് പഠിക്കാന്ന് പറഞ്ഞ പുരുഷന്മാരൊക്കെ ഉണ്ട്. മൻമോഹൻ സിംഗ് ഡൽഹിയിലും ഒരു വെട്ടിയാറോ ഓർമ്മ വ്യത്യാസവും ചെറിയ വ്യത്യാസമുണ്ട്, അകലം ചെറുതായിട്ടുണ്ട്. ഇങ്ങനെ ഈ പെടായി അടിക്കുന്ന ആൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഇന്നേക്ക് അടിക്കുമ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോൾ അവിടെ കാര്യം വേഗം മുഖമുദ്ര ആയ ഈ ലോകത്തൊരുത്തൻ അങ്ങോട്ട് പോയതോ ഇങ്ങോട്ട് പോയതോ ഒന്നും പുതിയ കാര്യങ്ങളല്ല. നമുക്ക് ആരോ പരിചയമുള്ള ഒരാൾ വലിയ ഉന്നത സ്ഥാനത്ത് നിന്നു എന്നത് അഭിമാനമാണെങ്കിൽ ഇതൊന്നും പറയാതെ എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത, അതിൽ അഭിമാനമുള്ള എത്ര പേരുണ്ട്. പരിചയമുള്ള മന്ത്രിമാരൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ധാരാളം ഉണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ദൈവം എന്റെ പരിചിതനാണ്. ദൈവം എന്നെ അറിയുന്നു, ഞാൻ അവനെ അറിയുന്നു എന്ന അവബോധം എത്ര അഭിമാനകരമായ കാര്യം. അതിനല്ലേ ആയിരക്കണക്കിന് ആളുകൾ അന്ന് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നിട്ടും ഊടാടി സഞ്ചരിച്ച സാത്താനെ കണ്ടപ്പോൾ ദൈവം ചോദിച്ചു, എന്റെ ദാസനായ എന്റെ കൂട്ടുകാരനായ എന്നോടുകൂടെ വസിച്ച ഇയ്യോബിന്റെ മീതെ നീ ദൃഷ്ടി വെച്ചു. അപ്പൊ ഇയ്യോബിന് ദൈവത്തെ അറിയാം, ദൈവത്തിന് ഇയ്യോബിനെ അറിയാം. ഈ പരസ്പര ബന്ധമാ രക്ഷയുടെ ചരട് അത് അറ്റുപോകാതെ സൂക്ഷിക്കുന്ന കൃത്യമെന്ന അനുഭവത്തിന്റെ പേരാ ആരാധന. ഗുരു, ഞാനും നീയും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ കണ്ണി ഒഴിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയാതിരിക്കട്ടെ. ഉയരത്തിനോ ആഴത്തിനോ വരുമാനമുള്ളവരോ നശിച്ചു പോകുന്ന ജീവിതത്തിന്റെ ഒരേടികൾക്കും ഈ ചങ്ങല മുറിച്ചു മാറ്റാൻ കഴിയാതെ ഞാനും എന്റെ ക്രിസ്തുവും തമ്മിൽ ഒരു സ്നേഹാധിഷ്ഠിത പ്രണയം, സ്നേഹത്തിന്റെ തീവ്രഭാവം ക്രിസ്തുവോ നീ എനിക്ക്
കാന്തനാണ്, ഞാൻ നിനക്ക് കാന്തയാണ്, നീ എന്റെ സന്തത സഹചാരിയാണ്. ഏത് ഇരുട്ടിലും നിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇരുളിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇരുളിനെ ഭയക്കുന്നില്ല. Praise the Lord.